രാത്രി മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരു സിനിമ കാണാൻ പോകാട്ടോ. ഇതാ അങ്ങനെ എല്ലാവരും എത്തി, ചേച്ചിയും ചേട്ടനും എല്ലാവരും എത്തി. ഇന്ന് ഞങ്ങൾ പോണത് ഒരു സൂപ്പർ ഫിലിം കാണാനായിട്ടാണ്. കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കണം ഈ ഒരു സിനിമ കാണുന്നത്, പക്ഷേ നടക്കാറില്ല. നോക്ക് ജാട നോക്ക്, ഞാൻ വിളിച്ചപ്പോഴാണ് എല്ലാവരും ടാറ്റ കാണിക്കണത് തന്നെ. ഓക്കെ, ഇനി എല്ലാവരും ചിരിച്ചുകൊണ്ടിരുന്നോ. അവർ ഫോക്കസ് ചെയ്തപ്പോഴത്തേക്കും സിനിമ ഫോക്കസ് ചെയ്യാൻ മറന്നുപോയി. എഴുതി കാണിച്ച് കുറച്ച് കിട്ടിയുള്ളൂ, ഹൃദയപൂർവ്വമാണ് കാണാൻ പോണം. അങ്ങനെ സിനിമയൊക്കെ കണ്ട് ഇൻ്റർവെല്ലായപ്പോഴത്തേക്കും എന്താ നമ്മുടെ സോനു ഐസ്ക്രീം വിതരണം തുടങ്ങി. അമ്മയുടെ ചിലവാട്ടോ. ബൈ ദ ബൈ, ഇതായിരിക്കും കേട്ടോ എൻ്റെ ഫാമിലി. അതായത് ഈ 2 റോയിലിരിക്കുന്നത്, മോളിലത്തെ റോയിൽ ഒരാൾ ഞാനും കൂടെ ഉണ്ട്, ഞാൻ വീഡിയോ എടുക്കുകയാണ്. ഇതേ താഴെ ഇരിക്കുന്ന 3 കുരുട്ട് പിള്ളേരില്ലേ, അതിനകത്ത് ഏറ്റവും ചെറിയ കുരിപ്പാണ്. പുള്ളി സമ്മതിക്കുന്നില്ല. മാറ് താഴെ ഇരിക്കുന്ന ആ യോയോ കാണിക്കുന്ന കുരിപ്പില്ലേ, ആ കുരിപ്പാണ് എൻ്റെ മോൻ. അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന കുരിപ്പ് ചേച്ചിയുടെ മോൻ. അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് ഞങ്ങളുടെ പെങ്ങൾ, അതായത് ഇവന്മാരുടെ പെങ്ങൾ. ഈ ഇരിക്കുന്ന അമ്മ. ബാക്കിൽ ചേച്ചി ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കുന്നു, ചേട്ടൻ ഫോണിലെന്തോ കേട്ടോണ്ടിരിക്കുന്നു. ചേട്ടൻ എന്തോ ഐസ്ക്രീം തന്നെയാണ്, ഞാൻ മാത്രം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വീണ്ടും സിനിമ കണ്ടിന്യൂസ്. സിനിമയെല്ലാം കഴിഞ്ഞ്, സിനിമ നല്ല മസ്റ്റ് വാച്ചാണ്, അടിപൊളി മൂവി കേട്ടോ. മോഹൻലാലിൻ്റെ ഒരു പൊളി മൂവി. അതൊക്കെ കഴിഞ്ഞ് സിനിമ കഴിഞ്ഞ് ഞങ്ങളതേ പുറത്തേട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ചേട്ടി, കൈക്ക് എക്സസൈസ് കൊടുക്കുന്ന ചേച്ചി, കുപ്പിയിൽ വെള്ളം ഉണ്ടോ എന്ന് കുലുക്കി നോക്കുന്ന ചേട്ടൻ. ഇതെല്ലാം കേട്ടോ സിനിമ കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ രംഗം. അതിനുശേഷം നമ്മുടെ ടീമെല്ലാം സ്നേഹപ്രകടനം തുടങ്ങി. സിനിമയുടെ ബാക്കി എഫക്റ്റ്, അതിനകത്തുള്ള സ്നേഹം ഇവിടെ പുറത്തെടുക്കുന്നു. അത്രേ ഉള്ളൂ, വേറെ ഒന്നും വിചാരിക്കണ്ട. പക്ഷെ മൂവി അടിപൊളി കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. വന്നപ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല, പക്ഷെ സംഗതി കൊള്ളാം. കണ്ടിരിക്കാൻ അടിപൊളി മൂവി, നല്ല കോമഡി ഉണ്ട്. ഈ സ്നേഹപ്രകടനം കഴിഞ്ഞെങ്കിൽ നമുക്കങ്ങ് പോകായിരുന്നു. ഇന്ന് തന്നെ ഈ സിനിമ കാണാൻ വന്നതിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ ഈ സിനിമ കാണാനായിട്ട് വന്നത്. എന്തായാലും ആൾക്കാരൊക്കെ പോയി, തിയേറ്ററുകാർ വീട്ടിൽ പൊക്കൂടെയെന്ന് ചോദിക്കുന്നവരും ഞങ്ങൾ അവിടെ ഇരിക്കാറുണ്ട് കേട്ടോ പൊതുവേ. എന്തായാലും സംഗതിയെല്ലാം ക്ലിയറായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ ബൈ, സീ യു.